ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പ് വെൽക്കം ബാക്ക് ടു ഷെർലോക്ക് 360. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ തവണ മാടപ്രാവിൻ്റെ എഗ്ഗ് ഇട്ടിട്ടുള്ള വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗ് ഹാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ എഗ്ഗ് അല്ല എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ മുതലും അതല്ലെങ്കിലും ഏത് കാര്യത്തിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറേ പേര് നെഗറ്റീവ് പറയാൻ കാണും, കുറേ പേര് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ കാണും, കുറേ പേര് നല്ല കമൻ്റ് ഇടാൻ കാണും. നമ്മൾ പോസിറ്റീവ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ഈ ആർഗ്യുമെൻറ്റിനും ചുമ്മാ ചൊറിയാനും ഒന്നിനും നമുക്ക് സമയമില്ല. അതൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ തലയിൽ ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ചില കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടും റിയാക്ട് ചെയ്യാതിരിക്കുന്നതും മൈൻഡ് ചെയ്യാതിരിക്കുന്നതും ഒക്കെ പേടിച്ചിട്ടോ സംസാരിക്കാൻ അറിയാമായിട്ടോ ഒന്നുമല്ല. അത് സംടൈംസ് സൈലൻസ് ഈസ് ബെറ്റർ. ഒക്കെ മുതലേ നമ്മൾ എല്ലാ കമൻസിനും റെസ്പോണ്ട് ചെയ്യാറുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾ ഈ ആർഗ്യുമെൻറ്റ് ചുമ്മാ ചൊറിയാൻ നിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ കമൻസിന് നമ്മൾ റിപ്ലൈ കൊടുക്കത്തുമില്ല, നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നിയതുകൊണ്ടാണ്. കാരണം അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളൊരു മെമ്മറീസ് പോലെയാണ് ഈ ചാനൽ കൊണ്ടുപോകുന്നത്. ഇതിൽ നമ്മൾ പെറ്റ്സിൻ്റെ വീഡിയോസ് മാത്രമല്ല ഇടുന്നത്, വേറെ കണ്ടൻറ്റുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതും അത് ഡിലേ ആവുന്നതും ഒക്കെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. പേഴ്സണലായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അത് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെറ്റ്സിൻ്റെ വീഡിയോസ് മാത്രമല്ല പോസ്റ്റ് ചെയ്യുന്നത്, കണ്ടൻറ്റുകളൊക്കെ വരും. അതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. ഈ പെറ്റ്സിൻ്റെ വീഡിയോസ് മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ചാനലിൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ സൈലൻ്റായിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അത് വെറുതെ അല്ല.